ബിജെപി സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. സംസ്ഥാനം നൽകിയ പട്ടികയിൽ കെ സുരേന്ദ്രന്റെ പേര് ആറ്റിങ്ങലിലും ശ്രീധരൻപിള്ളയുടെ പേര് പത്തനംതിട്ടയിലുമാണുള്ളത്. അൽഫോൺസ് കണ്ണന്താനം കൊല്ലത്തും ടോം വടക്കൻ എറണാകുളത്തും മത്സരിക്കാനാണ് സാധ്യതയുള്ളത്. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടികയിൽ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടിക അതില് അംഗീകരിക്കാൻ തന്നെയാണോ, ആ പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ തന്നെയാണോ സാധ്യതയുള്ളത്, അതോ അതിൽ കൂടുതൽ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ടാകുമോ? ദിവ്യ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടിക അതേപടി കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. കാരണം വ്യാപകമായ ആശയക്കുഴപ്പം ഇപ്പോഴും പട്ടിക സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു അന്തിമ പട്ടിക സംസ്ഥാനം തയ്യാറാക്കുകയും ആ പട്ടിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രഖ്യാപനമുണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ബിജെപിയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരേണ്ടിയിരുന്നത്. എന്നാൽ ഗുജറാത്ത് മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്ന് ആ യോഗം മാറ്റിവെക്കുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകിട്ട് യോഗം ചേരാനിരിക്കുന്നത്. എന്നാൽ പിന്നീട് മാധ്യമപ്രവർത്തകർ പി എസ് ശ്രീധരൻപിള്ളയോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് വ്യക്തമായി മറുപടി നൽകാൻ സാധിച്ചിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് BDJS തന്നെ തൃശ്ശൂരിൽ മത്സരിക്കുമോ എന്ന ചോദ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില അന്തിമ ചർച്ചകൾ കൂടി അവശേഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും BDJSന്റെ അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയുമായി ഇന്ന് BJP ദേശീയ നേതൃത്വം ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് സംബന്ധിച്ച് അന്തിമമായൊരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തൃശ്ശൂരിൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നുള്ളതാണ്. അവിടെയാണ് BJP കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന രണ്ട് പേരുകൾ, ഒന്ന് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെയും ഒപ്പം ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെയും പേരുകളാണ്. ഒരുപക്ഷെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നില്ല എങ്കിൽ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ഫോർമുല. അതേസമയം തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ കൂടി മത്സരിക്കുമ്പോഴാണ് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രതീക്ഷയുള്ള ഒരു സീറ്റ് ഇല്ലാതെയായി പോകുന്നത്. പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ളയും ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രനും മത്സരിക്കണമെന്ന തരത്തിലുള്ള പട്ടികയാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം BJPക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPയിലെ രണ്ടാം നിര നേതാക്കൾ, അതോടൊപ്പം അണികൾക്ക് വ്യാപകമായ എതിർപ്പുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയം കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായപ്പോൾ അണികളോടൊപ്പം നിൽക്കുകയും താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സമരത്തിൽ അടക്കം മുൻനിരയിൽ നിൽക്കുകയും ചെയ്ത നേതാവ് കെ സുരേന്ദ്രനാണ്. ആ തരത്തിലുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അണികളുടെ വ്യാപകമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് തന്നെയായിരിക്കണം മത്സരിപ്പിക്കേണ്ടത് എന്ന തരത്തിലൊക്കെയുള്ള ആവശ്യങ്ങളാണ് അണികൾ ഉന്നയിക്കുന്നത്. അതേസമയം BJPയെ പോലെ ഒരു സംഘടനാ സംവിധാനത്തിൽ ദേശീയ നേതൃത്വം തന്നെയാണ് അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ടത്. അവിടെ ദേശീയ നേതൃത്വത്തിന് കൃത്യമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ അടക്കം കേരളത്തിനകത്ത് BJPക്കുള്ളിൽ ആഭ്യന്തരമായി ചില സർവേകൾ ദേശീയ നേതൃത്വം നടത്തിയിരുന്നു. ആ സർവേകളിൽ ഏറ്റവും അധികം മുൻതൂക്കം നേടിയിട്ടുള്ള പേരുകളാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, നേരത്തെ ദിവ്യ ചോദിച്ചതുപോലെ ഇതായിരിക്കുമോ അന്തിമ പട്ടിക എന്നതിന് കൃത്യമായ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ തന്നെയുണ്ടാകും. അതിന് കാരണം നമുക്കറിയാം, ടോം വടക്കൻ, കോൺഗ്രസിൻ്റെ ദേശീയ വക്താവ് കൂടിയായിരുന്ന ടോം വടക്കൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയത്. ഈ പട്ടികയിൽ, അതായത് ഏറ്റവും ഒടുവിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പട്ടികയിൽ ടോം വടക്കന്റെ പേര് അടക്കമുണ്ട്. അൽഫോൺസ് കണ്ണന്താനം കൊല്ലത്ത് നിന്ന് ജനവിധി തേടണം എന്ന തരത്തിലുള്ള പട്ടികയാണ് സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് 3-4 സ്ഥാനാർത്ഥികൾ തീർച്ചയായും ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ വെട്ടിത്തിരുത്തലുകൾ ഏത് ഘട്ടത്തിലും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. അങ്ങനെ തിരുത്തിയ ഒരു പട്ടിക ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം എന്ന സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഇന്ന് വൈകിട്ടാണ് BJPയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 11-ാം തീയതി ഏപ്രിൽ 11 91 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് തന്നെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും. അതിനോടൊപ്പം കേരളത്തിലെ പട്ടികയും പ്രഖ്യാപിക്കാനാണ് സാധ്യത. ആശയക്കുഴപ്പം സങ്കീർണമാണ് എങ്കിൽ തീർച്ചയായും ഏതാനും ചില സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാത്രമായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. മറ്റു പട്ടിക പിന്നീട് പ്രഖ്യാപിക്കാം എന്ന തരത്തിലേക്കോ തീരുമാനം മാറാൻ സാധ്യതയുണ്ട്. അഭിലാഷ്, കോൺഗ്രസിന്റെ മുന്നിൽ ഇപ്പോൾ വടകരയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു മണ്ഡലം. ഇതിൽ ഒരുപക്ഷെ BJPയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയായിരിക്കാം. കാരണം ഒട്ടേറെ നേതാക്കൾ, MT രമേശ് ആയാലും കെ സുരേന്ദ്രനായാലും ശ്രീധരൻപിള്ളയായാലും മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച മണ്ഡലമായിരുന്നു പത്തനംതിട്ട. അതുമാത്രമല്ല, ശബരിമല വിഷയം അടക്കമുണ്ട്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഒരു ഹോട്ട് സീറ്റായി പാർട്ടി കാണുന്നതും പത്തനംതിട്ട തന്നെയാണ്. അവിടെ ഒരു മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് തന്നെയായിരിക്കും, ആരായിരിക്കണം എന്നത് തന്നെയായിരിക്കും കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലുള്ള ഒരു വലിയൊരു ചോദ്യവും. ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക?
ദിവ്യ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം BJP ഏറ്റവും പ്രതീക്ഷ പുലർത്തിയ മണ്ഡലം തിരുവനന്തപുരമായിരുന്നു. ഒ രാജഗോപാൽ എന്ന സ്ഥാനാർത്ഥി ആ പ്രതീക്ഷ നിലനിർത്തുന്ന പോരാട്ടം തന്നെയാണ് നടത്തിയത്. ശശി തരൂരിനെതിരായ ശക്തമായ പോരാട്ടത്തിൽ അവസാന ലാപ്പിലായിരുന്നു ഒ രാജഗോപാൽ പിന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും BJP വിജയപ്രതീക്ഷ കൽപ്പിക്കുന്ന മണ്ഡലം തിരുവനന്തപുരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുമ്മനം രാജശേഖരൻ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല VSDP അടക്കം ഒപ്പം നിർത്തുക, VSDPയുടേത് എന്ന് തന്നെ പറയാവുന്ന ഒരു രാഷ്ട്രീയ സംഘടന, 52ഓളം പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന കേരള കാമരാജ് കോൺഗ്രസ് എന്ന സംഘടനയെ അടക്കം ഇന്ന് BJP ദേശീയ നേതൃത്വം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. മുന്നണി പ്രവേശന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഐക്കൺ മണ്ഡലം തീർച്ചയായും പത്തനംതിട്ട തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ശബരിമല വിഷയത്തിന്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ പ്രസ്റ്റീജ് പോരാട്ടം തന്നെയാണ് പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത്. അവിടെയാണ് BJPയുടെ നേതാക്കൾ തമ്മിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 നേതാക്കളാണ് പത്തനംതിട്ടയിൽ അവകാശവാദവുമായി എത്തിയത്. അവിടെ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, K സുരേന്ദ്രൻ, MT രമേശ്, ഏറ്റവും ഒടുവിൽ അൽഫോൺസ് കണ്ണന്താനം, ഇങ്ങനെ 4 പേരുകളെ മറികടന്ന് 4 പേരുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരുകളെ മറികടന്നാണ് ഇപ്പോൾ PH ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ മത്സരത്തിനുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചത്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമായ സർവേയിൽ ഏറ്റവും അനുകൂലമാകുന്ന ഘടകം PH ശ്രീധരൻപിള്ളയ്ക്കാണ്. അവിടെ മറ്റു മത സാമുദായിക വിഭാഗങ്ങളുടെ അടക്കം പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് കേരള നേതൃത്വം ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതേസമയം പാർട്ടി പ്രവർത്തകരിലേക്ക്, BJP പ്രവർത്തകരിലേക്കും RSSലേക്കും വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും ഇമേജുള്ള BJP നേതാക്കൾ ആരെ എന്ന് ചോദിച്ചാൽ കുമ്മനം രാജശേഖരനും K സുരേന്ദ്രനും താഴെയായിരിക്കും PH ശ്രീധരൻപിള്ളയുടെ ഇടം എന്ന തരത്തിലാണ് RSSന്റെയും അതോടൊപ്പം BJP അണികളുടെയും രണ്ടാംനിര നേതാക്കളുടെയും വികാരം. ആ വികാരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട പോലെ ഒരുപക്ഷെ ദേശീയ തലത്തിൽ, തിരുവനന്തപുരമാണ് വിജയപ്രതീക്ഷ പുലർത്തുന്നത് എങ്കിലും കേരളത്തിൽ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കാൻ പോകുന്നത് പത്തനംതിട്ട മണ്ഡലം തന്നെയാണ്. ആ പത്തനംതിട്ട മണ്ഡലത്തിൽ പോരാട്ടം നടക്കുമ്പോൾ ഏറ്റവും കരുത്തനായ ഒരു സാരഥി തന്നെ വേണം. എങ്കിൽ മാത്രമാണ് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു പൊതുവികാരം ഇപ്പോൾ പ്രകടമാക്കിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ നേതാക്കളൊന്നടങ്കം ഇഷ്ടമണ്ഡലങ്ങളിൽ മാത്രമേ മത്സരിക്കൂ എന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതും BJPയെ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടമുണ്ട്. നേരത്തെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ പാലക്കാട് നൽകില്ല എന്ന് പറഞ്ഞതോടുകൂടി ശോഭാ സുരേന്ദ്രൻ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. പത്തനംതിട്ട ഇല്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങില്ല എന്ന് MT രമേശ് വ്യക്തമാക്കുന്നു. അൽഫോൺസ് കണ്ണന്താനം തനിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്, പത്തനംതിട്ട നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പത്തനംതിട്ട ഇല്ല എങ്കിൽ മത്സരത്തിനില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ BJPയുടെ സംസ്ഥാന നേതാക്കളെല്ലാം ഇഷ്ടമണ്ഡലം തന്നെ പിടിമുറുക്കുന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഇതിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വം തന്നെയാണ്. ദേശീയ നേതൃത്വം എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും അനുസരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന നേതാക്കൾക്ക് ഉണ്ടാകും. ആ നിലയിലുള്ള ഒരു പട്ടിക തന്നെയായിരിക്കും. എന്തൊക്കെ എതിർപ്പുകളും വിയോജിപ്പുകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ പോലും BJPയിൽ തയ്യാറാവുക. ദിവ്യ, ശരി. നേതാക്കൾക്കിടയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും തമ്മിലടിക്കും ശേഷം ഇന്ന് തന്നെ ഒരു തീരുമാനം, അന്തിമ തീരുമാനം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വിശദാംശങ്ങളാണ് KP അഭിലാഷ് ഡൽഹിയിൽ നിന്നും നൽകിയത്.